കൊച്ചി കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകൾ ഇന്ന് നടക്കും. ബാംഗ്ലൂരിലുള്ള മകൻ സാൻഡൻ ലാമ എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റ് മദ്യ ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട് കൊച്ചിയിലേക്ക് കയറ്റിവിട്ട സൂരജ് ലാമയെ കാണാതായിട്ട് ഒരു മാസമായിരിക്കുന്നു. തുടർന്ന് മകൻ സാൻഡോൺ ലാമ ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. HMDക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തിന് ഒരു മാസത്തെ പഴക്കമുണ്ട്. തിരുവനന്തപുരം ചിറയിൻകീഴ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കത്തിനശിച്ചു. ഓട്ടോയും 2 ബൈക്കുകളും സ്കൂട്ടിയുമാണ് കത്തിനശിച്ചത്. BJP പ്രവർത്തകന്റെ വീട്ടിലാണ് സംഭവം. തീ വെച്ചതാണെന്ന് സംശയമുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി. അഭിലാഷ് വിവരങ്ങളുമായി ചേർന്നു ആറ്റിങ്ങിൽ നിന്ന്. അഭിലാഷ്, ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഈ സംഭവത്തിന് പിന്നിലുണ്ടോ? എന്നാണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ചിറയൻകീഴ് ആനത്തലവട്ടത്തിന് സമീപമുള്ള ബാബു എന്ന RSS പ്രവർത്തകന്റെ വീടിന് സമീപം സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളാണ് കത്തിനശിച്ചത്. ഒരു സ്കൂട്ടിയും 2 ബൈക്കുകളും ഓട്ടോറിക്ഷയും ഉൾപ്പെടെ 4 വാഹനങ്ങളാണ് കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ കത്തുന്നത് ബാബു കണ്ടത്. തുടർന്ന് അയൽക്കാരെ കൂട്ടി തീ കെടുത്തുകയായിരുന്നു. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ ഭാഗത്ത് BJP പ്രവർത്തകർക്ക് നേരെയുള്ള വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം കത്തിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ബാബുവിന്റെ സഹോദരി കൂടി ഹിന്ദുവിന്റെ വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കത്തിച്ചത്. ഇതിനെ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും അതിൽ പ്രതികളിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഈ സംഭവം കൂടി ഉണ്ടാകുന്നത് എന്നത് ഏറെ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇത് ജനങ്ങൾ ഏറെ ആശങ്കയിലുമാണ് ഈ സംഭവം കൂടി നടന്നതോടുകൂടി. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന് CCTV ദൃശ്യങ്ങളോ മറ്റൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. കാരണം ഈ ഭാഗത്തൊന്നും തന്നെ CCTVകളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഇവിടേക്ക് എത്തുന്ന വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. എന്നാലും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.